ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതും നാം ഇച്ഛിക്കുന്നതും സാധിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നാം സഞ്ചരിക്കുന്ന വഴി ദൈവത്തിന് പ്രസാദമായി എന്നല്ല. ഏലി പുരോഹിതന് കണ്ണു മങ്ങിത്തുടങ്ങിയ കാലയളവിൽ പുരോഹിത ശുശ്രൂഷയിൽ അത്ര ആക്റ്റീവ് അല്ല എന്നിരുന്നാലും ഷീലോവിലുണ്ട്. ആ കാലയളവിൽ ഒരു പരിധിവരെ ഏലിയുടെ മക്കൾ യാഗപീഠത്തോട് സമീപിച്ചിരുന്നു. ഇവർ യാഗപീഠത്തോട് കാട്ടിയ മനോഭാവം ദൈവവചനത്തിലുണ്ട്. വല്ലവരും ഒരു യാഗവസ്തു യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ പണമുള്ളവർ പണത്തിനൊത്ത് ഒരു യാഗമൃഗത്തെ വാങ്ങിച്ച് അതിനെ അറുത്ത് അതിൻ്റെ മാംസം കൊണ്ടുവന്ന് വയ്ക്കും. പണമല്ല മൃഗസമ്പത്താണുള്ളതെങ്കിൽ തങ്ങളുടെ തൊഴുത്തിൽ ഉള്ളതിൽ മെച്ചമുള്ളൊരാടിനെ എടുത്ത് അതിനെ അറുത്ത് അതിൻ്റെ മാംസം കൊണ്ടുവന്ന് വയ്ക്കും. ഇതിന് രണ്ടിനും സാധിക്കാത്തവർ ഷീലോവിൻ്റെ പരിസരത്തുണ്ട്. പണമില്ല ഒന്നിനെ വാങ്ങാൻ, മൃഗസമ്പത്തില്ല ഒന്നിനെ അഴിച്ചുകൊണ്ട് വരാൻ. ഇതിന് രണ്ടിനും സാധിക്കാത്തവർ തങ്ങളുടെ തുച്ഛമായ വരുമാനത്തിൽ നല്ലൊരു ഭാഗം മുറുക്കി പിടിച്ചായിരിക്കും ഒരു യാഗമൃഗത്തെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇവർ യാഗമൃഗത്തെ വാങ്ങിച്ച അറുത്ത് തോലുരിച്ച് ആ മാംസകഷ്ണം യാഗപീഠത്തിൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ പുരോഹിതൻ്റെ മക്കൾ യാഗപീഠത്തിൻ്റെ അടുത്ത് വരും. യാഗപീഠത്തിൻ്റെ അടുത്ത് ഇവർ നിൽക്കുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് വിരോധമൊന്നുമില്ല. ഒരു കാലം അത്രയും ആത്മീക ശുശ്രൂഷയിൽ സഹായമായിരുന്ന പിതാവിൻ്റെ മക്കളല്ലേ, അതുകൊണ്ട് അവർക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ മാംസകഷ്ണം കണ്ടിട്ട്, ഈ മാംസകഷ്ണം പുഷ്ടിയുള്ളതെന്ന് കണ്ടിട്ട്, ഇത് ദൈവത്തിന് സൗരഭ്യവാസനയാകുന്നതിലും നല്ലത് ഞങ്ങൾക്ക് റോസ്റ്റായി വറുത്ത് കഴിക്കുന്നതാണെന്ന ദുഷ്ടചിന്തയകത്തു കയറിയിട്ട് ഞങ്ങൾക്ക് വറുപ്പാൻ തരിക എന്ന് ചോദിക്കും. പക്ഷേ ഇത്ര കാലം ശുശ്രൂഷയിൽ നിന്ന് ഒരു പുരോഹിതൻ്റെ മക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം കേട്ടല്ലോ എന്ന് കരുതി ഞെട്ടലോടും കണ്ണുനീരോടും നിൽക്കുന്ന വിശ്വാസികളുടെ വാക്കോ കണ്ണുനീരോ വകവയ്ക്കാതെ മുപ്പല്ലി കൊണ്ട് ആ മാംസകഷ്ണത്തെ കുത്തി അവരുടെ മനോഹരമായ ഡൈനിങ് ടേബിളിൽ മനോഹരമായ അടുക്കളയിൽ കൊണ്ടുവന്ന് പാചകം ചെയ്ത് വറുത്ത് കഴിക്കും. ആദ്യത്തെ ദിവസം കഴിച്ചു, ആരോഗ്യ പ്രശ്നങ്ങളില്ല. രണ്ടാമത്തെ ദിവസം കഴിച്ചു, ആരോഗ്യ പ്രശ്നങ്ങളില്ല. കുറച്ചുകൂടെ പുഷ്ടി വരുന്നത് പോലെ അവർക്ക് തോന്നി. ആരോഗ്യ പ്രശ്നങ്ങളില്ല, പുഷ്ടി വരുന്നതേ ഉള്ളൂ എന്ന് കണ്ട അവർ ചിന്തിച്ചു, ഈ കാര്യത്തിൽ ദൈവവും കൂടെ സൈഡായത്. ദൈവഹിതമല്ല, ദൈവം ഈ കാര്യത്തിന് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ മാംസം കഴിക്കുമ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി എങ്കിലും ഉണ്ടാകണം, ഒരു ഛർദിലുണ്ടാകണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകണം. ഇതൊന്നുമില്ല, ആരോഗ്യം വയ്ക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. അതുകൊണ്ട് അവർ ചിന്തിച്ചു ഇതിന് ദൈവം അനുകൂലമാണെന്ന്. പക്ഷേ ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതും നാം ഇച്ഛിക്കുന്നതും നടക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ സൈഡിൽ നിൽക്കുന്നു എന്നുള്ളതല്ല. ദൈവം ഏലിയുടെ മക്കളുടെ മാനസാന്തരത്തെ നോക്കി നിന്ന് എപ്പോഴെങ്കിലും ഒരു മാനസാന്തരം വരുമോ? ഈ യാഗവസ്തു മുപ്പല്ലി കൊണ്ട് കുത്തി എടുത്തുകൊണ്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും മാംസകഷ്ണം മുപ്പല്ലി കൊണ്ട് കുത്തിയത് തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ട് ഈ മാംസകഷ്ണം യാഗപീഠത്തിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നെങ്കിൽ എന്ന് ദൈവം ആഗ്രഹിച്ചു. അതിന് കാരണം ഇവരുടെ മേൽ എനിക്ക് ന്യായവിധി അയക്കേണ്ടി വരികയില്ലല്ലോ എന്നോർത്ത. നാം സഞ്ചരിക്കുന്ന വഴിയിൽ ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതും നാം ഇച്ഛിക്കുന്നതും സാധിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവം ആ വഴിയിൽ പ്രസാദിച്ചു എന്നുള്ളതല്ല. നമ്മുടെ മാനസാന്തരത്തിന് എപ്പോഴെങ്കിലും ഇടയുണ്ടോ ദൈവം എന്ന് അന്വേഷിച്ച് ദൈവം നിൽക്കുന്നത് കൊണ്ടാണ് നാം രക്ഷപ്പെട്ടു പോകുന്നത്. ആ നിലയിൽ ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, ദൈവിക ആരാധനയെ നശിപ്പിക്കാതെ ദൈവിക ആരാധനയിൽ പ്രമാണത്തിനൊത്തു നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാണ്.